ഗോൾഡിന്റെ പ്രൈസ് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണോ? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈമാണ്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ഇന്നും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പഠിച്ച് അതിനുശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്പർ 1, സാധാരണ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഗോൾഡിന്റെ പ്രൈസ് കൂടാറല്ലേ പതിവ്. ഈ പ്രാവശ്യം എന്താണ് ഗോൾഡിന്റെ പ്രൈസ് കുറഞ്ഞിട്ടുള്ളത്? അതാദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നടക്കുന്നത് ഇൻഫ്ലേഷൻ ആണ്. എന്താണ് ഇൻഫ്ലേഷൻ? ഓയിലിന്റെ പ്രൈസ് കൂടിയിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പാർഷ്യലി ക്ലോസ്ഡ് ആണ്. US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. ഇത് കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $100 മുകളിൽ ബാരലിന് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഇൻഫ്ലേഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ 1 ദിറംസിന് കൊടുത്ത് വാങ്ങിയ സാധനം ഇന്ന് വാങ്ങണമെങ്കിൽ 2 ദിറംസ് കൊടുക്കേണ്ട അവസ്ഥയാണ്. UAE മാത്രമല്ല ലോകത്ത് മൊത്തമായിട്ട് ഇൻഫ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓയിലിന്റെ പ്രൈസ് കൂടുന്ന സമയത്ത് സാധാരണ സാധനങ്ങളുടെ എല്ലാം പ്രൈസ് കൂടും. ഇങ്ങനെ ഇൻഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് സെൻട്രൽ ബാങ്ക്സ് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങ് കൂട്ടും. ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ പൈസ എടുത്തിട്ട് US ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രഷറിയിലും അതുപോലെ തന്നെ ബോൺസും ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം എന്താണ്? അവർക്ക് ഹൈ റിട്ടേൺ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. ഗോൾഡ് എന്നാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടില്ല. ഈ ഹലാലൊന്നും നോക്കാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അവരെന്ത് ചെയ്യും? പൈസ എടുത്തിട്ട് നന്നായിട്ട് ഈ പറഞ്ഞ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗോൾഡിന്റെ പ്രൈസ് താഴേക്ക് വരുന്നത്. രണ്ടാമത് എന്താണ്? സാധാരണ ഇങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിലാണ്. പക്ഷെ ഇപ്പം ട്രെൻഡ് മാറി ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനർജി അല്ലെങ്കിൽ ഓയിൽ സെക്ടറിലാണ്. ഇതുകൊണ്ടാണ് ഗോൾഡിന്റെ പ്രൈസ് കുറയാൻ കാരണം. ഇനി ഗോൾഡിന്റെ പ്രൈസ് കൂടുവോ? ഡോളറിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് കൂടും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് ഇറാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി നിങ്ങൾക്ക് ഓയിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാനിൽ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ യുവാനിൽ ട്രാൻസാക്ഷൻ നടത്തണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡോളറിന് അതൊരു പരിക്കേൽപ്പിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് കൂടും. ഇനി ഞാൻ ഓൾറെഡി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം വിൽക്കണോ? നിങ്ങൾ ഒരിക്കലും വിൽക്കരുത്. ലോങ് ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കളി കാണാം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഗോൾഡ് വാങ്ങിക്കാം. അപ്പൊ ഈ റീസൺ കൊണ്ടാണ് ഞാൻ ഇന്നും ഗോൾഡ് വാങ്ങിച്ചിട്ടുള്ളത്. ഗോൾഡ് വാങ്ങിക്കുക. വാങ്ങിച്ച ആൾക്കാർ പാനിക് ആയിട്ട് സെല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല.